Good morning, friends. It's me, Simon, YouTube channel, Simon Varghese Facebook, Simon Varghese Instagram. Welcomes you all. Have a fantastic positive day. നല്ല അടിപൊളിയായിട്ടൊരു കാലമാണല്ലേ. നമ്മുടെ ഇലക്ഷനൊക്കെ ഇങ്ങനെ തകർത്ത് വാരി പോകുന്നു, പ്രവർത്തനങ്ങൾ നടക്കുന്നു, ജനാധിപത്യപരമായ കാര്യങ്ങൾ നടക്കുന്നു. We all are happy, right? യെസ്. അപ്പോൾ അത്തരൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഫ്രണ്ട്സ്, ഇടയ്ക്കൊരു ഇൻ്റർവെൻഷൻ വന്നത്. ഓക്കെ, നമ്മൾ യുദ്ധം നമ്മളെ ഗ്യാസിനെയൊക്കെ ഇച്ചിരി പിടിച്ചു നിർത്തുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ടൊക്കെ. അതൊക്കെ മാറാൻ വേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥനയിലാണ്. സമാധാനം, സന്തോഷം നമുക്ക് വേണം, അല്ലേ? അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ നടത്തണം. എൻ്റെയൊക്കെ പക്ഷികൾ പാടുന്ന കേട്ടോ. ആഹാ, അമേരിക്ക പോയപ്പോഴേ ഞാൻ കേട്ടൊരു കാര്യം പറയട്ടെ. ഈ കാക്കയുടെ കരച്ചിലില്ലേ, അത് ഇവിടെയും അമേരിക്കയിലും ഒന്ന് തന്നെയാണ്. എൻ്റെ കണ്ടുപിടുത്ത കാക്ക, നമുക്കൊരു സന്തോഷമായി. കാക്ക ഇങ്ങനെ പറക്കുമ്പോഴേ നമുക്ക് മലയാളം കേൾക്കുമ്പോൾ ഒരു സന്തോഷം. കാക്കാതീടെ അത് ഞാൻ അനുഭവിച്ച ആളാണ് കേട്ടോ. ഓക്കെ, തെരഞ്ഞെടുപ്പ് രംഗം കത്തിപ്പടരുകയാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമുക്ക് അന്നൊന്നും ആർക്കും വോട്ട് ചെയ്യാൻ അവകാശം 10 രൂപ കരടയ്ക്കുന്നതിനൊക്കെ ഉള്ളായിരുന്നു. 7 രൂപ കൊടുത്താൽ 5 സെൻറ്റ് സ്ഥലം കിട്ടുന്ന കാലത്താണെന്ന് ഓർത്താണ്. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? നമുക്കെല്ലാം സ്വാതന്ത്ര്യമായി, നമുക്കെല്ലാം ജനാധിപത്യമായി വോട്ട് ചെയ്യാൻ അവകാശം. ഈ വോട്ട് ഫലപ്രദമായി വിനിയോഗിക്കാതിരിക്കരുത്, വിനിയോഗിക്കണം. നാടിനും നാട്ടുകാർക്കും നന്മ ചെയ്യുമെന്ന് നാം കരുതുന്ന ഏതൊരു പാർട്ടിയും വിജയിപ്പിക്കണം. അത് നമുക്ക് പറയാനുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എങ്കിലും നമുക്ക് ഒരു കാര്യത്തിൽ അനിശ്ചിത ഉണ്ടാകണം. ഈ നാട്ടിൽ സമാധാനം ഉണ്ടാകണം, ഈ നാട്ടിൽ വികസനം ഉണ്ടാകണം, ഈ നാട്ടിൽ കർഷകർക്ക് സംരക്ഷണം ഉണ്ടാകണം, ഈ നാട്ടിൽ തൊഴിലാളികൾക്ക് സംരക്ഷണം ഉണ്ടാകണം, ഈ നാട്ടിൽ ആരോഗ്യമില്ലാത്ത മുതിർന്ന ആളുകൾക്ക് സംരക്ഷണം ഉണ്ടാകണം, ഈ നാട്ടിൽ സ്ത്രീയുടെ മാനാഭിമാനം സംരക്ഷിക്കാൻ ശക്തരായ ഭരണാധികാരി ഉണ്ടാകണം. ഇങ്ങനെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നവർ വേണം. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന അത്തരം സംഘങ്ങളെ അമർച്ച ചെയ്യണം, ഭീകരന്മാരെ അമർച്ച അതിനുള്ള അതൊക്കെ ഉണ്ടാകണം. അപ്പോൾ അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ജീവിക്കാൻ കൊള്ളാവുന്നൊരു പ്രദേശമായി കേരളം മാറണം. അങ്ങനെ മാറുമ്പം നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വരും. ജനങ്ങൾക്ക് കൂടുതൽ ഇവിടെ വന്ന് താമസിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ നമുക്ക് അത്ര സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയെന്ന് വരില്ല. എന്നിരുന്നാലും കേരളത്തെ നമുക്ക് മുന്നിൽ പിടിക്കണം. ലോക ഭൂപടത്തിൽ താമസിക്കാൻ കൊള്ളാവുന്ന മാന്യന്മാരായ ജനങ്ങളെ സ്നേഹിക്കുന്ന, ഈശോയെ സ്നേഹിക്കുന്ന നാട്ടുകാരുടെ ഇടയിൽ, അതായത് ഒരു പാവപ്പെട്ടവനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഈശോയെ സ്നേഹിക്കും. നമ്മുടെ നാട്ടിലിപ്പോൾ പട്ടിണി ഇല്ലല്ലോ, ദാരിദ്ര്യം ഇല്ലല്ലോ. കോട്ടയം ജില്ലയാണ് കോട്ടയം ടൗണാണ് ആദ്യമായിട്ട് പട്ടിണിയില്ലാത്ത ടൗണായി മാറിയത്. പിന്നെ ജില്ല, ഇന്നിപ്പോൾ സംസ്ഥാനത്ത് തന്നെ അതിദരിദ്രരില്ലല്ലോ. ദാരിദ്ര്യത്തെ തുടച്ചു നീക്കാനുള്ള പരിശ്രമമാണല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി, അത് വേണം. അപ്പോൾ നമ്മുടെ ലോകത്തിന് മുഴുവൻ മാതൃകയായിക്കൊണ്ട് വയനാട് നമ്മൾ ടൗൺഷിപ്പ് പണിതല്ലേ, എന്നതല്ലേ സൂപ്പർ. ആരുടെയും മനോഹരത്തിൽ ഇങ്ങനൊരു ആശയം ഉണ്ടായിട്ടുണ്ടോ? വയനാട്ടിൽ ചിന്നിച്ചെതിരി കിടന്നിരുന്ന കർഷകരും കർഷക തൊഴിലാളികളുമായ ജനം, അവർക്കുണ്ടായ ഒരു ഭൂമിയുടെ താണ്ഡവത്തിൽ തകർന്നടിഞ്ഞ് തെറിച്ച് അഭയാർത്ഥികളായി പലയിടത്തും, പല സെറ്റിൽമെൻറ്റ് കോളനികളിലും പലയിടത്തുമായിട്ട് ഇങ്ങനെ, കോളനി എന്ന് പടം പറയാൻ പാടില്ല, ക്ഷമിക്കണം, അങ്ങനെ കിടക്കേണ്ടവരാണ്. സർക്കാർ ഒരു പക്ഷേ 3 സെൻറ്റും 5 സെൻറ്റും കൊടുത്തേനെ, അവിടെ അവരോരോ കുടിലോ വീടോ ഒക്കെ വെച്ചേനെ. എന്നാലും അപരിഷ്കൃതമായി പോയേനെ. മറിച്ച് ലോകത്തിനാകെ മാതൃകയാക്കിക്കൊണ്ട് കേരളത്തിൽ അവരെ കൂടെ പിടിച്ചു, ചേർത്ത് പിടിച്ചു. 764 കോടി രൂപ ജനങ്ങൾ പിരിച്ചു കൊടുത്തു. അപ്പം
എല്ലാവരും ചോദിച്ചു, ഈ 400 പേർക്ക് 1 കോടി വെച്ച് കൊടുത്താൽ 400 കോടിയല്ലേ ആകത്തുള്ളൂ, ബാക്കി 300 കോടിയില്ല എന്നൊക്കെ ചോദിച്ച് ഭയങ്കര. ഗവൺമെൻറ് ഒന്നും മിണ്ടിയില്ല. അവർ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചു. ഇനി ഭൂമി കുലുക്കമോ അതുപോലെ താണ്ടോ ഇല്ലാത്തൊരു സ്ഥലം കണ്ടുപിടിച്ചു തരണം, അതിന് അനുമതി തരണം എന്നൊക്കെ പറഞ്ഞ് സീക്രട്ടായിട്ട് ഫയലുകൾ മൂവ് ചെയ്തു. അവർക്ക് കേന്ദ്രത്തിൻ്റെ അനുമതി കിട്ടി. കടുത്ത ഭൂമി പൊട്ടി ഒഴുകുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ലാത്തൊരു സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞു. അതിന് ശേഷമാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇവർക്ക് ടൗൺഷിപ്പ് വെച്ചു. ഉടനെ ഭയങ്കര കളിയാക്കലായി. വീട് വെച്ച് കൊടുക്കാത്തവരാണ് ടൗൺഷിപ്പ്. ഈ ടൗൺഷിപ്പിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയാമോ? ഞാൻ ടൗൺഷിപ്പിന് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുള്ള ഒരു ഓഫീസറാണ്. അത് വെറും 4 ദിവസം കൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡൻറ്റിനോട് പറഞ്ഞു, ഞാൻ എരുമേലി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ആ പ്രോജക്റ്റ് ഞാൻ എൻ്റെ മോനെന്നാൽ അമേരിക്കയിൽ അവനുമായിട്ട് ബന്ധപ്പെട്ടു. അവിടുത്തെ ഒരു നല്ല സിവിലൈസ്ഡ് പ്രദേശത്തെപ്പറ്റി മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രോജക്റ്റ് തയ്യാറാക്കി. അന്ന് തയ്യാറാക്കിയ പ്രോജക്റ്റിൽ ഹൈവേസ് വേണം, ഹോട്ടലുകൾ വേണം, ആശുപത്രി വേണം, നല്ല പോലീസ് സ്റ്റേഷൻ വേണം, അവർക്ക് സ്ഥിരമായി താമസിക്കാത്ത സൗകര്യങ്ങൾ വേണം, അതുപോലെ ഭക്ഷണങ്ങൾ, നല്ല നല്ല ഹോട്ടലുകൾ, നല്ല നല്ല സൂപ്പർ മാർക്കറ്റ്, ഇങ്ങനെ ആധുനികമായ എല്ലാ സൗകര്യങ്ങളും കൂടിയ പ്രോജക്റ്റ് റിപ്പോർട്ട് 3-ാം ദിവസം സമർപ്പിച്ചു. ഞാൻ 4-ാം ദിവസം സമർപ്പിച്ചു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി അടക്കം 5 മന്ത്രിമാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഒരാകപ്പാടെ ഗവൺമെൻറ് IAS ഓഫീസർ ഉൾപ്പെടെ കണ്ടുപിടിച്ചൊരു ന്യൂനത. ഞാൻ പറഞ്ഞു, ഈ ഏറ്റവും നമ്മുടെ എരുമേലി അന്ന് പഞ്ചായത്ത് കഴിഞ്ഞാൽ ടൗൺ പഞ്ചായത്താണ് ഉണ്ടായിരുന്നത്. മുനിസിപ്പാലിറ്റി എന്നുള്ള ചിന്ത എനിക്ക് വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ടൗൺ പഞ്ചായത്താക്കണം എരുമേലി എന്നും പറയാൻ പ്രോജക്റ്റ് കൊടുത്തത്. പക്ഷേ അത് മാത്രം തർക്കം വന്നു. അത് വേണ്ട, ഒന്നെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്കുക അല്ലെങ്കിൽ സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്താക്കുക. അത് മാത്രം അവർ തർക്കം, ബാക്കി അക്സെപ്റ്റ് ചെയ്തു. ഞാനിപ്പോൾ ഓർക്കുക, വയനാട് ഈ പ്രോജക്റ്റ് വന്നപ്പോഴേ അവിടെ ഭംഗിയുള്ള ഉറപ്പുള്ള വീടുകൾ, ധാരാളം കളിസ്ഥലങ്ങൾ, സ്കൂളുകൾ, പിന്നെ അംഗനവാടികൾ. അംഗനവാടി ഇപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമായി മാറി. അംഗനവാടികൾ, അതുപോലെ തന്നെ റേഷൻ ഷോപ്പുകൾ, പിന്നെ സിനിമ തിയേറ്റർ, ആരാധനാലയങ്ങൾ, പിന്നെ ഹെൽത്ത് സെൻറ്റർ, അങ്ങനെ ആധുനിക ജീവിതത്തിന് അനുഭവമായ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് പ്രോജക്റ്റ് തയ്യാറാക്കി അവതരിപ്പിച്ച് വിജയിച്ച് കയ്യടി മേടിച്ചിരിക്കുന്നത്. ഇനിയുണ്ട്, പൂർണ്ണമായിട്ടില്ല, ഇനിയുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ തന്നെ ടൂറിസ്റ്റിൻ്റെ പ്രവാഹം അവിടേക്ക്. കാരണം ഇങ്ങനെയൊന്നും ആരും കണ്ടിട്ടില്ല. ഇങ്ങനെ ചിന്നിച്ചു തറിപ്പോയ ജനങ്ങളെ കൂട്ടി നിർത്തിക്കൊണ്ട് അവരുടെ ഭാവവും അവരുടെ സംസ്കാരവും സ്നേഹവും പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു സ്ഥലം ആരും കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടി ടൂറിസ്റ്റുകളിപ്പം ഇവിടെ വയനാട്ടിലേക്ക് ചെല്ലുകയാണ്. അതെന്തൊരു വിജയമാണ് ഗവൺമെൻറ്റിൻ്റെ, അല്ലേ? അതാണ് ഗവൺമെൻറ്റിങ് എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതല്ല ഗവൺമെൻറ്. ഭാവനയോടുകൂടി, അതീവ ശ്രദ്ധയോടുകൂടി, എന്തായാലും കൊള്ളാം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഒരിക്കലും മരിക്കുകയില്ല. ദേ വർ ലിവിങ് ടു ദി ഏജസ്. ഗലീലിയോട് പറഞ്ഞതല്ലേ, ഹി വിൽ ലിവിങ് ടു ദി ഏജസ്. അതെ, കാരണം എവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും, ഭൂകമ്പമോ തീപിടുത്തമോ വമ്പൻ തീപിടുത്തം എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അപ്പോഴേ വയനാടിനെ എടുക്കും മോഡൽ. വി നീഡ് എ മോഡൽ ഫോർ ഡൂയിങ് എവറിത്തിങ് എൽസ്. അത് ഇനി കേരളത്തിലല്ല, അമേരിക്കയിലല്ല, ഉഗാണ്ടയിലല്ല, ഏത് രാജ്യത്തും ഉണ്ടാകുമ്പോൾ അവർ പഠിക്കുന്ന വിഷയം ഇങ്ങനൊരു കേരളത്തിൽ, ഇന്ത്യ എന്ന രാജ്യത്തൊരു കേരളം എന്ന സംസ്ഥാനം ഉണ്ടായിരുന്നു. അവിടെ ഒരു ഭൂമിയിൽ ഒരു കുത്തൊഴുക്കലുണ്ടായി. ധാരാളം കുടുംബങ്ങൾ മണ്ണിനടിയിൽ പോയി, കുറേ പേരെയൊക്കെ രക്ഷപ്പെടുത്തി. അവിടുത്തെ ഗവൺമെൻറ് ഇങ്ങനെ കുത്തൊഴുക്കുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഭൂമി കണ്ടെത്തി കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങി, പരിസ്ഥിതി വകുപ്പിൻ്റെ അനുമതി വാങ്ങി അവിടെ റിസോർട്ട് കണക്കെ തോന്നുന്ന ഭംഗിയുള്ള വീടുകൾ നിർമ്മിച്ചു. അവർക്ക് നല്ല സ്കൂളുകൾ കൊടുത്തു, എല്ലാ ഭവനത്തിനും കുടിവെള്ളം കൊടുത്തു. അവരുടെ വൈദ്യുതി ലൈനുകൾ അണ്ടർഗ്രൗണ്ടാണ്, ഭൂമിക്ക് മുകളിലൂടെ അല്ല,
അണ്ടർഗ്രൗണ്ട് വൈദ്യുതി ലൈൻ കൊടുത്തു. എല്ലാ വീടിനും നല്ല നമ്മുടെ വില്ലായിൽ കൊടുക്കുന്ന പോലെ വീതിയുള്ള വഴി കൊടുത്തു. ഗ്രേഡിങ് ടാറിങ് കൊടുത്തു. അങ്ങനെ സ്കൂൾ കോളേജ് വന്നിട്ടില്ല, സ്കൂൾ, അതുപോലെ ഇത് ഹോസ്പിറ്റൽസ്, എന്തിനാ ടൂറിസ്റ്റ് ഹോട്ടലുകൾ പോലും കൊടുത്തുകൊണ്ടാണ് ആ പദ്ധതി വരുന്നത്. എന്തൊരു സൂപ്പറല്ലേ. അപ്പോൾ നിങ്ങളത് മനസ്സിൽ നിന്ന് കണ്ടേ, അമേരിക്കയിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഇങ്ങനൊരു പ്രശ്നം എവിടെ ഇതുണ്ടാകാം, ജപ്പാനിലുണ്ടായെന്ന് വിചാരിച്ചു. അവരുടെ ഇൻ്റർനെറ്റിൽ തപ്പും എന്തെങ്കിലും ഇങ്ങനെ കൈകാര്യം ചെയ്ത ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ. ആ പറയും ഇന്ത്യ എന്നിങ്ങനെ കാണിക്കും കമ്പ്യൂട്ടർ. ഉടനെ ഇന്ത്യ നോക്കും, കേരള എന്ന് കാണിക്കും, കേരള കാണും. അപ്പോൾ കാണിക്കും വയനാട് എന്ന് കാണിക്കും. അപ്പോൾ വയനാട് നോക്കുമ്പോഴാണ് അവർ അന്തം വിടുന്നത്. ഈ ഒരു ഇന്ത്യ ഈസ് നോട്ട്, ഇറ്റ് ഈസ് ഓൺലി എ ഡെവലപ്പിംഗ് കൺട്രി, നോട്ട് ആസ് ഇൻ ഫുൾ സെൻസ് വി ആർ നോട്ട് ഡെവലപ്ഡ്, വി ആർ ഡെവലപ്പിംഗ്, വി ആർ ഫോളോയിങ്. അങ്ങനെ രാജ്യത്ത് അങ്ങനെ ചൂണ്ടിക്കാണിക്കാവുന്നൊരു മോഡലുണ്ടാവുക, അത് തീർച്ചയായിട്ടും അഭിമാനകരമാണ്. അവിടെ വെറുതെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും അവിടെ വരുന്നില്ല. ഇതൊരു ഗവൺമെൻറ്റിങ്ങാണ്. ആ ഗവൺമെൻറ് ഇറ്റ്സ് എ മോഡൽ ഫോർ എവരി വൺ ഇൻ ദി യൂണിവേഴ്സ്. സോ ഇത്തരം നൂതനങ്ങളായ പദ്ധതികളുമായി വേണം ഇനി രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെ സമീപിക്കാൻ, പ്രകടന പത്രികകൾ കാണിക്കാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളതിൽ മെച്ചപ്പെട്ടവയെ നമ്മൾ തിരഞ്ഞെടുക്കും, അല്ലേ? അങ്ങനെ വേണം ഒരു ഗവൺമെൻറ് വരാൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എല്ലാവരും തിരക്കിലാണ്, ഞാനും തിരക്കിലാണ്. ഓക്കെ, നമുക്ക് അടിപൊളിയായൊരു തെരഞ്ഞെടുപ്പിന് സ്വപ്നം കാണാം, അടിപൊളിയായൊരു ഗവൺമെൻറ്റിനെ സ്വപ്നം കാണാം. ഏത് സർക്കാർ വന്നാലും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, അവൻ്റെ പ്രയാസങ്ങൾ കൂടെ നിൽക്കുന്ന, ജാതി മതമോ മറ്റു കാര്യങ്ങളോ നോക്കാത്ത, എൻ്റെ മുന്നിൽ വരുന്ന മനുഷ്യനെ മാത്രം കാണുന്ന നല്ലൊരു ഗവൺമെൻറ്റിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.